വത്തിക്കാനിൽ നിന്നും ഗുഡ് ന്യൂസ് പ്രേക്ഷകരുമായിട്ട് സംസാരിക്കാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ട്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാപ്പാവ മരിച്ചതറിഞ്ഞ് 24-ാം തീയതി ഞാനിവിടെ എത്തിയതാണ്. ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥനയിലും ആയിരുന്നു. പുതിയ പാപ്പിനായുള്ള ഒരുക്കങ്ങൾ വത്തിക്കാനിൽ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കർദിനാൾമാർ മുഴുവൻ പേരും ഒരുമിച്ച് ചേർന്ന് ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് അതിൻ്റെ സമ്മേളനങ്ങൾ നടക്കുന്നു. പുതിയ പരിശുദ്ധ പിതാവിനെ കണ്ടെത്തുവാനുള്ള കോൺക്ലേവിൻ്റെ ഒരുക്കങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ, അതുപോലെ തന്നെ പുതിയ മാർപ്പാപ്പ അഭിമുഖീകരിക്കേണ്ട വിവിധ പ്രശ്നങ്ങൾ എന്തായിരിക്കും, ആ പാപ്പയായി വരുന്നയാൾ എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം എന്ന് ഓരോരുത്തരുടെ പ്രതീക്ഷകളും ഈ ദിവസങ്ങളിൽ ഒരു പങ്കുവെക്കുകയാണ്. ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കുകയല്ല, മറിച്ച് എന്താണ് സഭയും സമൂഹവും നേരിടുന്ന വെല്ലുവിളികൾ, കത്തോലിക്കാ സഭയുടെ ദൗത്യം ഈ കാലഘട്ടത്തിൽ എന്താണ്, ഇത്തരം കാര്യങ്ങൾ മുതിർന്ന കർദിനാൾമാരൊക്കെ അവരുടെ കാഴ്ചപ്പാടിൽ പങ്കുവെക്കുന്നു. ഇന്നലെ സിറോ മലബാർ സഭയുടെ മുൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരിയും ചർച്ചയിൽ പങ്കെടുത്തു. ഇന്നലെ ഏതാണ്ട് 10ഓളം കർദിനാൾമാരാണ് അവരുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ പങ്കുവച്ചത്. അത് ഇന്നും തുടരുകയാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ നിന്നും 4 കർദിനാൾമാരാണ് ഇപ്പോഴുള്ളത്. കേരളത്തിൽ നിന്ന് 2 കർദിനാൾമാർക്ക് കോൺക്ലേവിൽ വോട്ടവകാശമുണ്ട്. ഇന്നലെ സിറോ മലബാർ സഭയുടെ മുൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരി അടക്കം നിരവധി മുതിർന്ന കർദിനാൾമാർ അവരുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചു. കഴിഞ്ഞ സിനഡിലെ റിപ്പോർട്ടുകളും കർദിനാൾമാർക്ക് ലഭിച്ചു. കർദിനാൾമാരായ ഫിലിപ്പ് നേരി, ആന്റണി പോള, ജോർജ് കുവക്കാട്, ക്ലിമീസ് ബാവ എന്നിവർക്കാണ് ഇന്ത്യയിൽ നിന്നും വോട്ടവകാശമുള്ളത്. കേരളത്തിൽ നിന്നും 2 പേർ. മാർ ജോർജ് ആലഞ്ചേരി പിതാവിന് 80 വയസ്സ് കഴിഞ്ഞ ആഴ്ച പൂർത്തീകരിച്ചതിനാൽ അദ്ദേഹത്തിന് വോട്ടവകാശമില്ല. കോൺക്ലേവ് വരെയുള്ള എല്ലാ സമ്മേളനങ്ങളിലും അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഫ്രാൻസിസ് പാപ്പയുടെ വേർപാടിന്റെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുവാൻ വന്ന 2000-ഓളം മാധ്യമ പ്രവർത്തകർ ഇപ്പോഴും വത്തിക്കാനിൽ തുടരുന്നു. വിവിധ മാധ്യമങ്ങൾ ശ്രദ്ധേയരായ 16 കർദിനാൾമാരുടെ പേരുകൾ പുതിയ പോപ്പായി പരിഗണനയിൽ വന്നേക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിൽ മാധ്യമങ്ങൾ അവരുടെ താല്പര്യമനുസരിച്ച് മാധ്യമ വിശകലനങ്ങളും വിലയിരുത്തലുകളും നടത്തും. എന്നാൽ ഇതൊന്നും പോപ്പ് തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുകയില്ല. കർദിനാൾമാരുടെ ബാഹ്യലോകവുമായുള്ള ആശയവിനിമയങ്ങൾ പരമാവധി കുറച്ചു. പതിവുള്ള റോമിലെ വിവിധ ബസിലിക്കകൾ, കാര്യാലയങ്ങൾ എന്നിവയിലേക്കുള്ള അവരുടെ സന്ദർശനങ്ങൾ ഒഴിവാക്കി. മാധ്യമപ്രവർത്തകർ കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കുമ്പോൾ കർദിനാൾമാർ മനഃപൂർവ്വം വിട്ടുനിൽക്കുന്നു. ആരായിരിക്കും പുതിയ പോപ്പ് എന്ന അന്വേഷണത്തിന് എല്ലാവർക്കും ഒരു ഉത്തരം മാത്രം: അത് ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. അത് കർദിനാൾമാരിലൂടെ വെളിപ്പെടും. ഇത്രയും പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറുന്നു. ഇനിയുള്ള ദിവസങ്ങൾ പൂർണ്ണമായും പ്രാർത്ഥനയ്ക്കും വിചിന്തനത്തിനുമായി മാറ്റിവച്ചിരിക്കുന്നു. പത്രങ്ങൾ വായിക്കാനും TV കാണുവാനും പോലും പല കർദിനാൾമാരും തയ്യാറാകുന്നില്ല എന്നതാണ് വസ്തുത. കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കർദിനാൾമാർ സാന്താ മാർത്ത ഗസ്റ്റ് ഹൗസിൽ താമസം ആരംഭിച്ചു. 5 നിലകളുള്ള ഈ കെട്ടിടത്തിലായിരുന്നു പോപ്പ് ഫ്രാൻസിസ് 2023 കോൺക്ലേവിൽ വന്നപ്പോഴും പിന്നീട് പാപ്പയെ ഭരണം നടത്തിയപ്പോഴും താമസിച്ചതും. ഒരിക്കൽ പോലും അദ്ദേഹം വത്തിക്കാൻ ഓഫീസിനോട് ചേർന്നുള്ള താമസ സ്ഥലത്ത് താമസിച്ചിട്ടില്ല. 106 സീറ്റുകളും 106 സിംഗിൾ റൂമുകളുമാണ് ഇവിടെ ഉള്ളത്. ഇത്തവണ മുഴുവൻ പേർക്കും അവിടെ താമസിക്കുവാൻ മുറികളില്ലാത്തതിനാൽ കുറച്ചു പേർക്കായി തൊട്ടടുത്ത് തന്നെ മറ്റൊരു സ്ഥലവും കണ്ടെത്തിയിട്ടുണ്ട്. സെന്റ് മാർത്തയിലേക്ക് മാധ്യമങ്ങൾക്ക് കർശന വിലക്ക് നേരത്തെ തന്നെയുണ്ട്. ഇപ്പോൾ കൂടുതൽ ജാഗ്രതയും എല്ലാ സന്ദർശകരെയും പോലീസ് തടയുന്നു. പാപ്പ പദവിയും വത്തിക്കാൻ രാജ്യത്തിന്റെ അധ്യക്ഷ ചുമതലയും ഒഴിഞ്ഞുകിടക്കുമ്പോഴും വിവിധ ഭരണ സംവിധാനങ്ങൾ കാര്യക്ഷമതയോടെ ശാന്തമായി പ്രവർത്തിക്കുന്നു, ഒന്നിനും ഒരു കുറവുമില്ലാതെ. അതാണ് കത്തോലിക്കാ സഭയും വത്തിക്കാൻ രാജ്യവും. വത്തിക്കാനിൽ നിന്നും സാബു ജോസ്.